ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ മൺഡേ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലേസി മോർണിംഗ് ആയിരിക്കും കേട്ടോ. 2 ദിവസത്തെ സാറ്റർഡേ സൺഡേത്തെ ഒഴിവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മൺഡേ എണീക്കാന്ന്, രാവിലെ നേരത്തെ എണീക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവിടെ ബാക്കിൽ പാടാട്ടോ, അത് കാരണം കൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ എണീക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കേട്ടോ. രാത്രി എത്ര ലേറ്റായിട്ട് കിടന്നാലും കുഴപ്പമില്ല, ലേറ്റായിട്ട് ഉറക്കൊളച്ചിട്ടിരിക്കാനൊന്നും പ്രശ്നമില്ല. പക്ഷെ രാവിലെ എണീക്കാന്ന് പറഞ്ഞ് ഇത്തിരി മടിയുള്ളൊരു കാര്യമാണ്. അതുതന്നെയാണ് എൻ്റെ മക്കളും കേട്ടോ. രണ്ടുപേരും അതേപോലെ രാവിലെ എണീക്കാനായിട്ട് ഇത്തിരി മടിയാണ്. രാത്രി എത്ര ലേറ്റായിട്ട് ഇരിക്കാനും ഒരു കുഴപ്പമില്ല. പക്ഷേ ഏട്ടൻ അങ്ങനെയല്ല കേട്ടോ. ഏട്ടൻ കൃത്യം ടൈമിനായിട്ട് എണീക്കും. ഏട്ടനാണ് എന്നെ വരെ വിളിച്ചുണർത്താറ്. അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിൽ കൊടുത്തിടുന്ന പൊട്ടറ്റോ റൈസ് ആട്ടോ. ഞാൻ ഇതേപോലെ ഓരോരോ റൈസ് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കും. കാരണം അവർക്ക് ചോറ് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഓരോരോ റൈസായിട്ട് കൊണ്ടുപോകും. അപ്പോൾ എപ്പോഴും ബിരിയാണി അരി ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. എന്നിട്ട് കുറച്ച് എടുത്തിട്ട് രാവിലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് മാവ് ഒന്നും അരച്ച് വെച്ചിട്ടില്ല കേട്ടോ. മറ്റേത് ഞാൻ തിങ്കൾ ടു വെള്ളിക്ക് എപ്പോഴും മാവ് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ വെള്ളയപ്പം മാവും ഉണ്ടാവും, അതേപോലെ തന്നെ ദോശ ഇഡ്ഡലിയുടെ മാവും അരച്ച് വയ്ക്കും കേട്ടോ. കാരണം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി ദോശ. പക്ഷേ ഏട്ടന് അത് തീരെ ഇഷ്ടമല്ല. ഏട്ടനപ്പോൾ വെള്ളയപ്പം മാവ് അരച്ച് വയ്ക്കും. അപ്പോൾ കറിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ 2 പേർക്കും 2 ഇഷ്ടത്തിന് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ, പ്രശ്നമില്ല. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലാണ് നൂൽപുട്ട്, പുട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുള്ളൂ. കാരണം പുട്ടൊന്നും രാവിലെ അവർക്ക് കഴിച്ചു പോകാനായിട്ടും പറ്റില്ല, സ്കൂളിലേക്ക് കൊണ്ടുപോകാനും പറ്റില്ലല്ലോ പുട്ടൊന്നും. അപ്പോൾ ഇന്ന് മാവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും സ്കൂളിലേക്ക് പൊട്ടറ്റോ റൈസ് ആയിരുന്നു വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ അരിഞ്ഞിട്ട് ഞാൻ ഫുൾ റെസിപ്പിയിൽ കാട്ടണില്ല കേട്ടോ. കാരണം രാവിലെ അറിയാലോ ഭയങ്കര തിക്കും തിരക്കായിരിക്കും. പ്രത്യേകിച്ച് മൺഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചൊവ്വാഴ്ച തൊട്ടിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഒരു ഓർഡറിലെത്തും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാട്ടോ. പൊട്ടറ്റോ റൈസ് നമ്മൾ ബാസ്മതി റൈസ് ഇല്ലേ, ബിരിയാണി അരി, അത് ആദ്യം തന്നെ ഒന്ന് വേവിക്കാൻ വയ്ക്കുക. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ വയ്ക്കില്ലേ കൂടുതൽ വെള്ളത്തിൽ, എന്നിട്ട് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പൊട്ടറ്റോ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. മൂടി വെച്ചിട്ട് ചെയ്യണം കേട്ടോ, എന്നാലാണ് പൊട്ടറ്റോ നന്നായിട്ട് വേവുള്ളൂ. അപ്പോൾ മസാലാസും കാര്യങ്ങളൊക്കെ പരട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് റൈസ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റിയിട്ട് അതിൽ തന്നെ കുറച്ച് സബോള, പിന്നെ കുറച്ച് മസാലാസും കാര്യങ്ങളും സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഞാനെങ്കിൽ മല്ലിയിലും പുതിനയിലും അരച്ച് ചേർക്കും കേട്ടോ. ബിരിയാണിക്ക് എപ്പോഴും അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്മെല്ല് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ജസ്റ്റ് പിന്നെ ഈ റൈസും പൊട്ടറ്റോയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ റൈസ് ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പോൾ കുറച്ച് തൈരും കൂടി അവർക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ അവരുടെ ലഞ്ച് ബോക്സ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ മുടിയൊക്കെ ചീവി കൊടുത്തിട്ടുണ്ടായിരുന്നു, സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇതാട്ടോ അവർ പോവാട്ടോ. പെട്ടെന്ന് കേട്ടോ, മിക്കവാറും ബെല്ലടിച്ചിട്ടുണ്ടാവും. ബൈ.